എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ മൂന്നാമത്തെ സ്റ്റിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. റണ്ണിങ് വിത്ത് വേവ്, അതാണ് മൂന്നാമത്തെ സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ബോർഡ് എടുത്തതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ, അതായത് സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മളൊരു ലൈൻ കൊടുക്കുകയാണ്. ഈ ലൈനിലാണ് ഇനി നമ്മൾ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെൻ ഉപയോഗിച്ചിട്ട് പേര് എഴുതി കൊടുക്കുക. കാരണം നമ്മൾ ഒരുപാട് സ്റ്റിച്ചസ് ഇനി വരുന്നതാണ്. അപ്പോൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് ചെയ്തായിരുന്നു എന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പേര് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ പേര് എഴുതി കൊടുക്കുന്നത്. പേര് എഴുതി കൊടുത്ത് വെറുതെ ഓർത്ത് വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് ഡിസൈൻ കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് വിപ്പിഡ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇടയ്ക്കോ ലാസ്റ്റോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അവർ ചെയ്തിട്ടുള്ള ഫോട്ടോസോ നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതുവരെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിസൈൻ എനിക്ക് അയച്ചു തരാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങളുടെ ഡിസൈൻസും നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എംബ്രോയ്ഡറി ത്രെഡ് 6 ഇഴ നൂലാണ് ഉണ്ടാവുക. അതിൽ 3 ഇഴ നൂല് പിരിച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സാധാരണ നമ്മൾ ഇത്രയും ദിവസം കൊടുത്തതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ബേസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതുപോലെ ആദ്യം എന്താ പറയുക, താഴ്വശത്തു നിന്ന്, അതായത് തുണീൻ്റെ ചീത്ത വശത്തു നിന്ന് ഇതേപോലെ സൂചി ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് എടുക്കുക. മുകളിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ സൂചി നൂല് ഉപയോഗിച്ച് തുന്നില്ല, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തുന്നുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ നടുക്ക് വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ത്രെഡ് വരുന്ന ഭാഗവും ത്രെഡ് ഇല്ലാത്ത തുണി മാത്രം കാണുന്ന ഭാഗവും, ഈ രണ്ട് ഗ്യാപ്പും സെയിം ആയിരിക്കണം, അതായത് ഒരേപോലെ ആയിരിക്കണം. അങ്ങനെ വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഒരറ്റം മുതൽക്ക് അടുത്ത അറ്റം വരെ തുന്നിയെടുക്കുക. നമ്മൾ ഏത് സ്റ്റിച്ചും ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, സ്റ്റിച്ച് ബോർഡ് ചെയ്യുക. സ്റ്റിച്ച് ബോർഡ് ചെയ്ത് നല്ല വൃത്തിയായി വന്നതിന് ശേഷം മാത്രം നമ്മളൊരു ഡിസൈൻ ആക്കിയെടുക്കുക. അല്ലാതെ ഡിസൈൻ മാത്രമായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കെട്ട് കുടുങ്ങിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ആ കെട്ട് കട്ട് ചെയ്ത് പിന്നെ ചെയ്യുക, അപ്പോൾ ഒക്കെ വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ആദ്യം സ്റ്റിച്ച് ബോർഡ് ചെയ്യുക. ഇതുപോലെ ഒരു തുണിയിൽ ചെയ്യുക. തുണിയിൽ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളതൊരു ഡിസൈൻ ആക്കിയിട്ട് മാറ്റിയെടുക്കുക കേട്ടോ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇതന്നെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അവസാനം വരെ തുന്നിയതിന് ശേഷം സൂചി നമ്മൾ താഴ്വശത്തേക്ക്, അതായത് ചീത്ത വശത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുക. അതായത് നമ്മൾ തുന്നിയിട്ടുള്ള ത്രെഡിൽ എന്താ പറയുക, ലൂസൊന്നും ഇല്ലാതെ, എന്ന് വിചാരിച്ചിട്ട് ഓവർ വലിച്ച് ഇറുകി പിടിച്ചതുപോലെ ആക്കരുത്. ജസ്റ്റ് ഇതേപോലെ നിങ്ങളൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുത്താൽ തന്നെ അത് കറക്റ്റായിട്ട് വരും. വന്നതിന് ശേഷം തൊട്ടടുത്തുള്ള നമ്മൾ തുന്നി വെച്ചിട്ടുള്ള ഒരു സ്റ്റിച്ചിലേക്ക് ഇതെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്യുക. ഒരു 2 വട്ടെങ്കിലും ഒന്ന് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതുപോലെ ട്രിമ്മർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഈ ബാക്കി നൂല് കട്ട് ചെയ്യുക. അതായത് കുറച്ച് ത്രെഡ് വെച്ചിട്ട് ബാക്കി നിങ്ങൾ കട്ട് ചെയ്യുക. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വേവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വേവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് നൂല് പിരിച്ചെടുക്കേണ്ടത്. അതായത് ഇതാണ് എംബ്രോയ്ഡറിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ്. അപ്പോൾ ഇത് 6 ഇഴയാണ് നൂലുണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് 3 ഇഴ നൂല് മതി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ 3 ഇഴ നൂല് പിരിച്ചെടുക്കുക. ചിലപ്പോൾ കെട്ട് കുടുങ്ങി പോകും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഒരു ടേബിളിലോ അങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ആ കെട്ട് കുടുങ്ങി പോയത് ആദ്യം ക്ലിയർ ചെയ്തതിന് ശേഷം മെല്ലെ മെല്ലെ വലിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള 2 ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മെറ്റീരിയൽസിനെ കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് ത്രെഡ് പിരിച്ചെടുക്കുന്നതിനെ പറ്റിയിട്ട്, എങ്ങനെയാണ് പ്രിൻ്റഡ്, അതായത് ഫോണിൽ നിന്ന് ഫോട്ടോ എങ്ങനെയാണ് നമ്മൾ പകർത്തി വരയ്ക്കുന്നത് മുതലായിട്ടുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊന്നും നമ്മളത് ഉൾപ്പെടുത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഞാനിവിടെ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം ആ വീഡിയോസിൻ്റെ. അതല്ലാന്നുണ്ടെങ്കിൽ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയിട്ട് കാണാൻ ആഗ്രഹമുള്ളവർക്ക്, പഠിക്കാൻ ആഗ്രഹമുള്ളവർ അത് കണ്ടതിന് ശേഷം ഇനി അങ്ങോട്ടേക്കുള്ള ഡിസൈൻസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ശ്രദ്ധിക്കുക, ഇനിയാണ് നമുക്ക് സ്റ്റിച്ചിൽ വ്യത്യാസം വരുന്നത്. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് തുടങ്ങിയ അതേ പോയിൻ്റ് തന്നെ ഇതേപോലെ സൂചി കുത്തിയിട്ട് മുകളിൽ നിർത്തിയതിന് ശേഷം സൂചി മുകളിൽ നിന്ന് താഴോട്ടേക്ക് എടുക്കുക. ആദ്യം മുകളിൽ നിന്ന് താഴോട്ടേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, താഴത്തുള്ള തുണി ചേർത്തിട്ട് സൂചി കുത്താൻ പാടില്ല. വെറും ത്രെഡിലൂടെ മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. തുണിയിൽ നമ്മൾ എടുക്കുന്ന സൂചി പെടാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പം ബാക്ക് വശം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചീൻ്റെ ബാക്ക് വശം വെച്ചിട്ട് എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ 2ാമത്തത് താഴേന്ന് മുകളിലേക്കാണ് എടുക്കുന്നത്. 3ാമത്തത് മുകളിൽ നിന്ന് താഴോട്ടേക്ക്, 4ാമത്തത് താഴേന്ന് മുകളിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, അതായത് ഒന്ന് മുകളിൽ നിന്നാണെങ്കിൽ ഒന്ന് താഴത്തുനിന്ന്, പിന്നെ 2ാമത് വരുന്നത് മുകളിൽ നിന്ന് പിന്നെ താഴത്തുനിന്ന്. അപ്പോൾ ഇത് നമ്മൾ ഫോളോ ചെയ്യുക, എൻഡ് വരെ നമ്മൾ ഫോളോ ചെയ്യുക. നേരത്തെ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ,
താഴത്തുനിന്നായിരുന്നു എല്ലാം ഒരേ ഡയറക്ഷനിലാണ് നമ്മൾ കൊടുത്തത്. അതാണ് വിപ്പിഡ്. ഇത് വേവ് പോലെയാണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒന്ന് മുകൾ വശത്തു നിന്ന് എടുക്കുമ്പോൾ അടുത്തത് നമ്മൾ താഴ്വശത്തു നിന്നാണ് എടുക്കേണ്ടത്. അപ്പം വേറെ ഒന്നും ശ്രദ്ധിക്കാനായിട്ടില്ല, വളരെ സിമ്പിളാണ്. ഇതുപോലെ നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈൻസിൻ്റെ അവസാനം വരെ നമ്മൾ ഈ ഒരു സെയിം ഡിസൈൻ, അതായത് വേവ് ഡിസൈൻ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആവും. അതായത് നമ്മൾ ചെയ്തിട്ട് നമ്മളെ കൈ ഒന്ന് വഴങ്ങും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരു ഡിസൈൻ എടുത്തിട്ട് ആ ഡിസൈനിലേക്ക് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോ, അതായത് രണ്ടാമത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിഡ് ചെയ്തപ്പോൾ. അത് ഇതുപോലെ നമുക്ക് ഒരുപാട് പേര് ഫോട്ടോസ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ഫോട്ടോസ് ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുവരെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ID താഴത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിസൈൻ, ഇതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിസൈൻ, സ്റ്റിച്ച് ബോർഡ് ചെയ്തത് വേണ്ട, ഡിസൈൻ ചെയ്തത് മോട്ടിഫിൽ ഡിസൈൻ ചെയ്ത ഫോട്ടോസ് നിങ്ങൾ എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള 3 സ്റ്റിച്ചസ്. ഒന്ന് റണ്ണിങ് സ്റ്റിച്ച്, ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിഡ്, മൂന്നാമത് നമ്മൾ ചെയ്തിട്ടുള്ളത് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ്. അപ്പോൾ ഈ സ്റ്റിച്ചസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഡിസൈനിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാട്ടോ, എന്നാൽ മാത്രമേ അത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ആയിപ്പോവും, നമ്മൾ കണ്ട് ഒഴിവാക്കുന്നത് പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, വൈറ്റ് കളർ കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതേപോലെ യെല്ലോ കളർ കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മൾ ബട്ടർ പേപ്പറിൽ ഒരു ചിത്രം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രം ഇതേപോലെ വെച്ചിട്ട് നമ്മളിത് പകർത്തി വരയ്ക്കണം. ഇതുപോലെ നമ്മൾ ആ ഇമേജ് പകർത്തി വരച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ നമ്മൾ എംബ്രോയ്ഡറിൻ്റെ റിങ് എടുക്കുക. റിങ് എടുത്തിട്ട് ആ സ്ക്രൂ ഉള്ള ഭാഗം അല്ലാത്ത ഭാഗം ഇതുപോലെ താഴ്വശത്ത് വെക്കുക. അതിൻ്റെ മുകളിൽ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ വെക്കുക. അതിന് ശേഷം സ്ക്രൂ ഉള്ള ഭാഗം മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കറക്റ്റായിട്ട് വെക്കണം, സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് 4 വശത്ത് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചിട്ട് ടൈറ്റാക്കി നിർത്തുക. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടൈറ്റ് ആയാൽ മാത്രമേ നമ്മളെ സ്റ്റിച്ച് നല്ല രീതിയിൽ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ ടൈറ്റാക്കി വെച്ചതിന് ശേഷം ഈ മുകളിലുള്ള സ്ക്രൂ നിങ്ങൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് എവിടെ മുതൽക്ക് എവിടെ വരെയാണോ റണ്ണിങ് സ്റ്റിച്ച് വേണ്ടതെന്ന് വെച്ചാൽ ആ റണ്ണിങ് സ്റ്റിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് 3-4 കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കളറും ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് ഇനിയും ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ഓൾറെഡി ചെയ്തു, വെറുതെ വീഡിയോ ലെങ്ത്ത് കൂടുകയുള്ളൂ. പതിയെ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതേപോലെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ 3-4 തവണ നമുക്ക് സൂചിയിൽ ഒന്നിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യം തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പറ്റില്ല, പിന്നെ നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്കിതുപോലെ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ, ത്രെഡ് വരുന്ന ഭാഗവും ക്ലോത്ത് കാണുന്ന ഭാഗം വരുന്ന ഡിസ്റ്റൻസ് അത് ഈക്വലായിട്ട് വേണം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് ഇതേപോലെ മറ്റൊരു കളറ് ഇതേപോലെ സൂചിയിൽ കോർത്തിട്ട് എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇതേപോലെ എടുക്കുക. എന്നിട്ട് താഴ്വശത്തു നിന്ന് മുകളിലേക്ക് എടുക്കുക. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ എന്താണോ ചെയ്ത സ്റ്റിച്ച് എന്ന് വെച്ചാൽ അതേ സ്റ്റിച്ച് തന്നെ നമ്മൾ ഡിസൈൻ ആക്കിയിട്ട് ചെയ്യണം. മറ്റേത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലാണ് ചെയ്തത്, ഇവിടെ നമ്മൾ ഡിസൈനിലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മൊത്തം ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് എടുക്കുക, പിന്നെ താഴ്വശത്തു നിന്ന് മുകളിലേക്ക് എടുക്കുക, പിന്നെ മൂന്നാമത്തെ സ്റ്റിച്ച് മുകളിൽ നിന്ന് താഴോട്ടേക്ക്, നാലാമത്തത് താഴെ നിന്ന് മുകളിലേക്ക്. ഇത് നമ്മൾ മൊത്തമായിട്ട് ഈ ഒരു ഡിസൈൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.